ആദരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, കരുണാവാരിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. മുഹറം മാസത്തിലാണ് നമ്മളുള്ളത്. ഇസ്ലാമിക ചരിത്രത്തിൽ മുഹറത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സംഗതികൾ, ഒന്ന് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഫറോവയുടെയും അദ്ദേഹത്തിൻ്റെ സംഘത്തിൻ്റെയും ചെങ്കടലിൽ മുങ്ങി ഒടുങ്ങുക, ചാവുക, തീരുക. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫറോവയ്ക്കെതിരെ വിജയം നേടി ചെങ്കടൽ കടക്കുന്നത് ഈ മുഹറത്തിലാണ്. അതിൻ്റെ ആഘോഷമാണ് യഥാർത്ഥത്തിൽ മുഹറം 9, 10 നോമ്പ് എന്ന് പറയുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്ന സന്ദർഭത്തിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തുകയുള്ള ചെയ്തത്. അവിടെ യഹൂദന്മാർ ധാരാളം ഉണ്ടായിരുന്നു. അവർ മുഹറം 10 നോമ്പെടുത്തിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ നോമ്പെടുക്കാനുള്ള കാരണം? അപ്പോൾ അവർ പറഞ്ഞത്, ഫറോവയെയും സംഘത്തെയും കടലിൽ ഒടുക്കി മൂസാ പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിജയിച്ച് ഇസ്രായേൽ സമുദായത്തെ മോചിപ്പിച്ച് കടൽ കടത്തിയത് ഈ ദിവസത്തിലായിരുന്നു. അപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ നിങ്ങളെക്കാൾ മൂസാ നബിയോട് അടുത്ത് നിൽക്കുന്നത് ഞാനാണ്, എൻ്റെ സഹോദരനാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ ഇസ്ലാമിക സമൂഹത്തോട് മുഹറം 9-നും 10-നും നോമ്പെടുക്കാൻ പറയുകയായിരുന്നു. ഷഹ്റുല്ലാഹിൽ മുഹറം, അല്ലാഹുവിൻ്റെ ആദരണീയമായ മാസമാണ് മുഹറം. മുഹറം 10 നോമ്പിൻ്റെ സവിശേഷതയൊക്കെ ധാരാളം ഹദീസുകളിൽ പലപ്പോഴും നമ്മളും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെയൊക്കെ വായനകളിലും കേൾവികളിലും ഒക്കെ നിരന്തരം കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഈ നോമ്പും ആ നോമ്പിന് കാരണമായി തീർന്നിട്ടുള്ള സംഭവവുമാണ്. അത് ഫറോവയുടെ ശിങ്കിടികളായിരുന്ന, വിശുദ്ധ ഖുർആൻ തന്നെ ധാരാളം സ്ഥലത്ത് പേരെടുത്ത് പറഞ്ഞിട്ടുള്ള ഹാമാന്, ഖാറൂന് എന്ന് പറയുന്ന 3 വ്യക്തികൾ. ഈ 3 ആളുകളുടെ പേരും ഖുർആൻ വളരെ കുറച്ച് പേരുകൾ എടുത്ത് പറയലുള്ളൂ. ആളുകളുടെ പേരെടുത്ത് പറയൽ വളരെ അപൂർവമാണ് ഖുർആൻ. പക്ഷെ ഖുർആൻ നബിമാരുടെ എതിരാളികളിൽ ഏറ്റവും കൂടുതൽ പേരെടുത്ത് പറഞ്ഞിട്ടുള്ളത് ഫറോവയുടെ പേരാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനോ മന്ത്രിയോ ചീഫ് സെക്രട്ടറിയോ ഒക്കെ ആയിരുന്ന മിസ്റ്റർ ഹാമാനിൻ്റെ പേരുമാണ്. അതുപോലെ തന്നെ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ധനാഢ്യൻ, സാമ്പത്തിക മേധാവിത്വം ഉണ്ടായിരുന്ന, കാശിൻ്റെ ഉടമസ്ഥതയുണ്ടായിരുന്ന, സമ്പത്തിൻ്റെ കൂമ്പാരങ്ങളുണ്ടായിരുന്ന, വമ്പൻ കോർപ്പറേറ്റ് മുതലാളിയായിരുന്ന ഖാറൂൻ്റെ പേര്. ഈ 3 പേരും ഖുർആൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. വേറെ 2 ആൾ കൂടി ഇതിൽ വരുന്നുണ്ട് മൂസാ നബിയുടെ ചരിത്രത്തിൽ. 4-മത്തത് സാമിരിയാണ്. സാമിരി ഈജിപ്തുകാരനാണോ അതല്ല ഇസ്രായേലി മുസ്ലിം തന്നെയാണോ എന്ന് ചരിത്രകാരന്മാർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. മിക്കവാറും ഈ ഇസ്രായേലി തന്നെ ആവാനാണ് സാധ്യത, മുസ്ലിം തന്നെയാണ് ആകാനാണ് സാധ്യത. കാരണം കടൽ കടന്നു പോന്നപ്പോൾ മൂസാ നബിയുടെ സമുദായത്തിൻ്റെ കൂടെ അദ്ദേഹം ഉണ്ട്. കാരണം ഇസ്രായേലരല്ല കടൽ കടന്നിട്ടുള്ളത്. അതല്ലെങ്കിൽ ഇസ്രായേലരോട് ഏതോ അർത്ഥത്തിൽ ഐക്യപ്പെട്ടു പോയിരുന്ന ഈജിപ്ഷ്യനാകാനും സാധ്യതയുണ്ട്. വിഷയം അദ്ദേഹവുമായി ബന്ധപ്പെട്ടത്, അദ്ദേഹം മത, പുരോഹിത, മേധാവിത്വ, നേതൃത്വ പ്രവണതകളുണ്ടായിരുന്ന വ്യക്തിത്വമായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്ത് വാങ്ങാൻ പോയ സമയത്ത് സ്വർണ്ണക്കൂമ്പാരുണ്ടാക്കി, അതിൽ നിന്ന് പശുക്കുട്ടിയെ ഉണ്ടാക്കി, ഇതാണ് നമ്മുടെ ഇലാഹ് എന്ന് പറഞ്ഞിട്ട് വ്യാജ ഇലാഹിനെ ഉണ്ടാക്കി കൊടുക്കുന്നതിന് നേതൃത്വം വഹിച്ച വ്യക്തിത്വമായിരുന്നു ഈ സാമിരി. ആ സാമിരിയെക്കുറിച്ചും ഖുർആൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിൽ വിശദീകരിക്കുന്നുണ്ട്. വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് ഈ 4 വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ നിങ്ങളോടും പറയാൻ ആഗ്രഹിക്കുന്നത് മുഹറം മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട്
ഇവരെക്കുറിച്ച് നമ്മൾ പഠിക്കണം. യഥാർത്ഥത്തിൽ മുഹറം മാസത്തിൽ നമ്മൾ പഠിക്കേണ്ട 4 കഥാപാത്രങ്ങളാണിത്. 5ാമത്തെ ഒരു ടീമും കൂടി ഉണ്ട്. അത് സാഹിറുകളാണ്. സാഹിര്യങ്ങൾ, മന്ത്രവാദം, ഇന്ദ്രജാലം, ഐന്ദ്രജാല പ്രകടനം, കൺകെട്ട് വിദ്യ, മായാജാലം ഒക്കെ നടത്തുന്ന, നമ്മളിപ്പോൾ വിശ്വസിക്കുന്ന രീതിയിലുള്ള അല്ലറച്ചില്ലറ ഇല്യൂഷൻ, നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയെ കേവലമായ സ്വഭാവത്തിൽ അട്ടിമറിക്കുന്ന, അതാണല്ലോ മായാജാലം എന്നൊക്കെ പറഞ്ഞത്. കയ്യടക്കത്തിൻ്റെ വേഗത കൊണ്ടും നമ്മുടെ ശ്രദ്ധയെയും മനസ്സിനെയും ഒക്കെ റാഞ്ചി എടുത്തുകൊണ്ടുമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള പ്രകടനങ്ങൾ നടത്തി ഡ്യൂപ്ലിക്കേറ്റിനെ ഒറിജിനലാക്കി മാറ്റുന്ന മന്ത്രജാലത്തിൽ ഈ മായാജാലക്കാരുടെയൊക്കെ പ്രകടനത്തിൽ എന്താ പറയുക, ഭയങ്കരമായ അസാമാന്യ സ്കില്ലുള്ള മജീഷ്യന്മാരൊക്കെ ഉണ്ടല്ലോ. കണ്ണം ജിപ്പിക്കുന്ന പ്രകടനങ്ങളാണ് അവർ നടത്താറുള്ളത്. ഓരോ പഴയ കാലത്തൊക്കെ നമ്മുടെ ബ്ലേഡ് വായിലിട്ടിട്ട് ഇങ്ങോട്ടെടുക്കൽ, തൊപ്പിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാവിനും മോയലിനൊക്കെ എടുത്ത് ചാടിക്കൽ, അതുപോലെ തന്നെ പല സാധനം വളരെ പക്ഷേ ഇപ്പോൾ അതിൻ്റെയൊക്കെ അപ്പുറമുള്ള അത്ഭുതങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ എന്തല്ല, ഒറിജിനലല്ല, ഹക്കല്ല. അത് മറിച്ച് ഒന്ന് നമ്മുടെ കാഴ്ചയെ, നമ്മുടെ കേൾവിയെ അവർ വളരെ തന്ത്രപൂർവ്വം കവർന്നെടുക്കുന്നു. രണ്ടാമത്തത് അവരുടെ കൈയടക്കം, അവരുടെ സ്കില്ല്, അവർ അതിൽ ആർജിച്ചെടുത്തിട്ടുള്ള നിരന്തരമായ പരിശീലനം കൊണ്ടുണ്ടാക്കിയെടുത്തിട്ടുള്ള സ്പീഡ്, ഇതൊക്കെ കൂടി വെച്ച് നടത്തുന്ന അത്ഭുതകരമായ പ്രകടനം. ഇങ്ങനെ ഒരു സിഹറിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സാഹചര്യങ്ങൾ വിശുദ്ധ ഖുർആൻ അങ്ങനെ ഒരു കേവല സ്വഭാവത്തിൽ സാഹചര്യങ്ങൾ എന്തോ ചെയ്യുന്നതിനെക്കുറിച്ച് ഇങ്ങനെയൊന്നും കഥ പറഞ്ഞ് അത്ഭുതപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. കാരണം അങ്ങനെയൊക്കെയുള്ള വ്യക്തിപരമായ കഴിവുകളോ സംഘടിതമായ ശേഷികളോ ഒക്കെ പ്രകടിപ്പിക്കുന്ന ധാരാളം വിഭാഗങ്ങളും ജനങ്ങളും ഒക്കെ സമൂഹത്തിലുണ്ട്. ഓരോ രംഗം എടുത്ത് പരിശോധിക്കുമ്പോൾ അതിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. വ്യത്യസ്തമായ രംഗങ്ങളിൽ വ്യത്യസ്തമായ കഴിവുകളെ സംഘടിതമായി പ്രയോഗിക്കുന്ന, പ്രകടിപ്പിക്കുന്ന ജനസമൂഹങ്ങളും ഗോത്രങ്ങളും കുടുംബങ്ങളും വംശങ്ങളും സംവിധാനങ്ങളും വകുപ്പുകളും ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടാവും. ഓരോരുത്തരെ ഏൽപ്പിച്ചെടുത്താൽ ആ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള എല്ലാവരും ചെയ്യുന്നൊരു പണിയെടുത്തിട്ട് ഖുർആൻ ഒരു കേവല സ്വഭാവത്തിൽ ഇത് നമ്മുടെ മുമ്പിൽ വെക്കേണ്ട കാര്യമില്ല. മറിച്ച് നേരത്തെ പറഞ്ഞ 4 സംവിധാനങ്ങളുമായി കൂട്ടുചേർന്ന് ഫറോവ, കാറൂൻ, ഹാമാൻ, സാമിരി, ഈ 4 അംഗ സംഘത്തോട് അപാരമായ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഈ 4 വിഭാഗത്തിൻ്റെയും, അതിൽ പ്രധാനപ്പെട്ട 3 വിഭാഗത്തിൻ്റെയും, ഫറോവയുടെയും കാറൂൻ്റെയും ഹാമാൻ്റെയും അധികാര സംവിധാനങ്ങളെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള അത്യത്ഭുതകരമായ പ്രകടനങ്ങൾ നിർവഹിച്ചിരുന്ന വിഭാഗമായിരുന്നു സാഹിറുകൾ. അറബിയിലെ സിഹർ എന്ന് പറഞ്ഞാൽ ശരിക്ക് വസ്തുതയല്ലാത്ത ഒന്നിനെ, അടിസ്ഥാനമില്ലാത്ത ഒന്നിനെ വസ്തുതയുള്ളതും അടിസ്ഥാനമുള്ളതുമായി തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള അവതരണങ്ങൾ നടത്തുക. അതിനാണ് ശരിക്കും സിഹർ എന്ന് പറയുന്നത്. ഒറിജിനലല്ല സാധനം, അടിസ്ഥാനങ്ങളൊന്നുമില്ല, സത്തില്ല. സത്ത് എന്ന് പറഞ്ഞാൽ സത്തായിട്ടുള്ളത്, ചിത്തായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള സത്യമോ സത്ത് ഉള്ളതോ ഒന്നുമല്ല. മറിച്ച് ഒരു വസ്തുതയല്ലാത്ത ഒരു സംഗതിയെ, അടിസ്ഥാനമില്ലാത്ത ഒരു സംഗതിയെ അടിസ്ഥാനമുള്ളതും യഥാർത്ഥത്തിലുള്ളതുമായി തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങൾ നടത്തുന്നതിനാണ് ശരിക്കും സിഹർ എന്ന് പറയാം. അത് നമ്മൾ വേറെ കോലത്തിൽ മന്ത്രവാദവും അതുപോലെ തന്നെ നമ്മുടെ മുസ്ലിം സമുദായത്തിലും ഇതര സമുദായത്തിലൊക്കെ പാപിചാരം, കൺകെട്ട് വിദ്യ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ സ്വഭാവത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആ ചർച്ചയിലേക്ക് നമ്മൾ പോകണം. അപ്പോൾ അതാണ് ഖുർആൻ ഈ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു കേവല സ്വഭാവത്തിൽ ഇസ്ലാമിലെ 7 വൻകുറ്റങ്ങളിലൊന്നാണ് സിഹർ. അത് വേറെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്, ഷിർക്കിനെ പോലെ തന്നെ. ഷിർക്കാനുള്ള ഏറ്റവും വലിയ കുറ്റം അള്ളാഹുവിൽ പങ്കുചേർക്കാൻ പാടില്ല എന്ന്. അപ്പോൾ അള്ളാഹുവിൽ പങ്കുചേർത്തപ്പോൾ എന്താ സംഭവിക്കുക? അല്ലല്ല ഇലാഹ് എന്ന് പറഞ്ഞിട്ട് ഇനി പോകാൻ തന്നെ ഇലാഹ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകണമെന്നില്ല. അങ്ങനെ സ്വന്തം ഇലാഹായിട്ടില്ല പറയാതെ ഞാൻ ദൈവമാണ് എന്നൊക്കെ പറഞ്ഞ മനുഷ്യന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഒന്നും സംഭവിച്ചില്ല. അയാൾ ചാവും, അയാൾ മരിക്കും, അയാൾക്ക് ചൊറിയോ ഒക്കെ പിടിച്ചിട്ടോ അല്ലെങ്കിൽ കേവല സ്വഭാവത്തിലോ അയാൾ മരിക്കും എന്നല്ലാതെ എല്ലാ മനുഷ്യന്മാർക്കും സംഭവിക്കണമെന്നേ ഓൽക്കും സംഭവിക്കുള്ളൂ. മനുഷ്യന്മാർ ദൈവമാക്കിയിട്ട് പലതിനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മൃഗങ്ങളെയും പട്ടികളെയും പൂച്ചനെയും പന്നിനെയും ഒക്കെ ദൈവമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൂര്യചന്ദ്ര നക്ഷത്രാദികളെയൊക്കെ ദൈവമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടൊന്നും ഇവിടെ ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. എന്താ സംഭവിച്ചിട്ടുള്ളത്? പക്ഷേ ഏറ്റവും വലിയ വൻകുറ്റങ്ങളിലൊന്നാണ് സിഹർ, ഈ ഷിർക്ക് എന്ന് പറയുന്നത്. 7 വൻകുറ്റങ്ങളിൽ ഒന്നാമത്തത് ഷിർക്കാണ്. ഷിർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ 7 വൻകുറ്റങ്ങളിൽ ഒന്നായിട്ട് സിഹറിനെയും പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കുറച്ചുകൂടി സ്വാധീനിക്കുന്നത് ആശയതലത്തിലും ദർശന തലത്തിലും ഭൗതിക തലത്തിലുമൊക്കെയാണ്. ഈ 3 തലങ്ങളെയും മനുഷ്യനെ വഴിപിഴപ്പിക്കാൻ അസാമാന്യമായ ശേഷി ഈ സംവിധാനങ്ങൾക്കുണ്ട്. ഈ വസ്തുക്കൾക്കല്ല. ഇതിനെ റിമോട്ട് ചെയ്യുന്ന, ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ശക്തി കേന്ദ്രങ്ങൾക്ക് മനുഷ്യനെ വിഡ്ഢീകരിക്കാൻ, മനുഷ്യനെ ബുദ്ധിശൂന്യനാക്കി നിലനിർത്താൻ, അവൻ്റെ അറിവിനെയും ഇച്ഛയെയും സ്വാതന്ത്ര്യത്തെയൊക്കെ കവർന്നെടുക്കാനുള്ള ശേഷി ഷിർക്കിനും സിഹറിനും ഉണ്ടാകും.
അതുകൊണ്ടായിരിക്കാം അള്ളാഹു സുബ്ഹാനഹു. അതല്ലാത്തൊരു ഭൗതിക തലത്തിൽ ഇപ്പം ഒരാൾ ശിർക്ക് ചെയ്തു, അള്ളാഹു അല്ലാത്ത ഒന്നിനെ ഇലാഹാക്കി എന്നുള്ളത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകണില്ല. ഇവിടെ ശിക്ഷ അവിടെ നിന്നാണ് കൊടുക്കുക അള്ളാഹ്. കാരണം അവനാൻ്റെ ഹെഡ് മാസ്റ്റർ അല്ലാത്ത ഒരാളെ ഹെഡ് മാസ്റ്റർ ആക്കിയാലും ഒന്നും സംഭവിക്കും, ചിലപ്പോൾ അവൻ്റെ പണി ഇവിടുന്ന് പോകുന്നുള്ളൂ. കാരണം അവൻ്റെ ഒരു ചീഫുണ്ട്, ആ ചീഫിനെ അംഗീകരിക്കാൻ പാടുള്ളൂ. ചിലപ്പോൾ അള്ളാൻ്റെ സ്ഥാനത്ത് വേറെ ആളെ കൊടുത്തു വെക്കാന്ന് അതിൻ്റെ അർത്ഥം. യഥാർത്ഥത്തിൽ സുപ്രീം സോവറിറ്റിയുള്ള ഇല്ലാഹി മാഫി സമാവാത്തി വൽ അർദ്, ഇല്ലാഹി മുൽക്കു സമാവാത്തി വൽ അർദ്, വലഹി വഫി സമാഇ വഫിൽ അർദി ഇലാഹ്, ആകാശത്തും ഭൂമിയിലും ഒക്കെ ഇലാഹ് അള്ളയാണ്. ആ അള്ളാഹിനെ അംഗീകരിക്കുന്നതിന് പകരം പറയാം ഈ പട്ടിയാണ്, ഈ പൂച്ചയാണ്, ഈ പശുവാണ്, ഈ പാമ്പാണ്, ഈ മൃഗമാണ്, ഈ കുരങ്ങാണ്, അതുപോലെ തന്നെ ഈ നിൽക്കുന്ന മനുഷ്യനാണ്, അല്ലെങ്കിൽ ഈ ദേവിയാണ്, ഈ ദേവനാണ്, ഈ അച്ഛനാണ്, ഈ അമ്മയാണെന്നൊക്കെ പറഞ്ഞിട്ട് ദൈവാക്കിയാൽ വളരെ പരിമിതമായ വൃത്തത്തിലുള്ള സ്വന്തം എല്ലാ ദൗർബല്യങ്ങളുമുള്ള സ്വയം ഒരു ശേഷിയിലും പൂർണ്ണതയില്ലാത്ത ഒരു സാധനത്തിനെ കൊണ്ടുപോയിട്ട് ദൈവമായിട്ട് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അവൻ്റെ ബുദ്ധിയോടും അവൻ്റെ തന്നെ അറിവിനോടും അവൻ്റെ തന്നെ യഥാർത്ഥത്തിലുള്ള ജനിതക നിലപാടിനോടും അവൻ ചെയ്യുന്ന അക്രമമാണത്. വ്യാജമായ ഒരു സാധനമാണത്, കള്ളനോട്ടാണ്. ഒറിജിനൽ നോട്ടിന് പകരം കള്ളനോട്ട് ഇറക്കുന്നത് പോലുള്ള ഒരു പണിയാണ് വ്യാജ ദൈവങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രവണത കൊണ്ടോ അതിൻ്റെ പ്രകടനം കൊണ്ടോ അതിൻ്റെ ശേഷി കൊണ്ടോ ഒന്നും അല്ല അള്ളാഹ് തെറ്റാക്കിയ, മറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ ബുദ്ധിയെയും ബോധത്തെയും നിലപാടുകളെയൊക്കെ അട്ടിമറിക്കാനുള്ള ഇത് റിമോട്ട് ചെയ്യുന്ന ശക്തികൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളായി ഇതൊക്കെ മാറും, ഷിർക്കും സിഹ്റും ഒക്കെ. ഈ അർത്ഥത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സാഹിര്യങ്ങളെക്കുറിച്ചും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സാഹിര്യങ്ങളെക്കുറിച്ചും നന്നായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അത് നമ്മളിപ്പോൾ ഈ കാണുന്ന സിഹ്റാകാൻ ഒരു സാധ്യതയില്ല എന്നാണ് തോന്നുന്നത്. മറിച്ച് ഭരണകൂടങ്ങൾക്ക്, ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾക്ക്, ആ സാമ്പത്തിക ശക്തികൾക്ക് പിൻബലം നൽകുന്ന അവരുടെ കൺകെട്ട് വിദ്യകൾക്ക് ഒരാളപ്പതൊക്കെ നടത്തുക. മനുഷ്യനെ വിഡ്ഢിയൊക്കെ ആരാണ്? ഭരണകൂടങ്ങളാണ്. നിങ്ങളെ പാസ്പോർട്ട് പൗരത്വത്തിൻ്റെ അടയാളമല്ല എന്ന് RSS പറയണം. RSS ആണല്ലോ ഈ പറയണത്. എന്നാ പിന്നെ പൗരത്വത്തിൻ്റെ രേഖ എന്താ? ബഹുവാ മൈത്രേറ്റ് ചോദിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ എന്താണ് രേഖ? പൗരത്വത്തിൻ്റെ രേഖ എന്താ? പാസ്പോർട്ട് അല്ല പോലും, ആധാർ അല്ല പോലും, ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ല പോലും, നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളൊന്നും പൗരത്വത്തിൻ്റെ രേഖയല്ല പോലും. അവസാനം അവർ ചോദിക്കുന്നുണ്ട്, BJP ആവല, RSS ആവല രേഖ? അതല്ല, മതപരമാണോ രേഖയുടെ അടിസ്ഥാനം? ജനന സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മതപരമാണോ? അതാണെങ്കിൽ RSS ധൈര്യത്തിൽ അത് പറയണം. ഞങ്ങളുടെ എല്ലാ മതക്കാരും പുറത്താക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണ് വളഞ്ഞ വഴിയിൽ 140 കോടി ആളുകളെ സിഹ്റ് ചെയ്ത് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സംഘപരിവാർ. വഞ്ചിക്കുകയാണ്. അതിന് പറ്റുന്ന കോടതി, അതിന് പറ്റുന്ന പോലീസ്, അതിന് പറ്റുന്ന ഇലക്ഷൻ കമ്മീഷൻ, അതിന് പറ്റുന്ന ഓഫീസ് സംവിധാനങ്ങൾ, അതിന് പറ്റുന്ന നിയമനിർമ്മാണ പ്രക്രിയകൾ, ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് മനുഷ്യരെ വിട്ടുകളെ. ഇതിൻ്റെ ഫലം നമ്മൾ വിചാരിക്കണതിൻ്റെ അപ്പുറത്താ. ലക്ഷക്കണക്കിന് മനുഷ്യന്മാർക്ക് റേഷൻ കാർഡില്ലപ്പോൾ. സൗജന്യമായി കിട്ടുന്ന അരി പോലും കിട്ടാനുള്ള വകയല്ല ബംഗാളിൽ. അറിയോ നിങ്ങൾ? ഒരു ദിവസം കഠിനാധ്വാനം ചെയ്താൽ 100 രൂപ പോലും കൂലി കിട്ടാത്ത മനുഷ്യന്മാരാ. ഓനെ SIR എന്ന് പുറത്ത് പോയിട്ട് ഇനി ഓന് റേഷൻ കാർഡില്ല. റേഷൻ കാർഡില്ലെങ്കിൽ കിട്ടുന്ന ഒരു മാസത്തിലെ 10 കിലോ അരി സൗജന്യമായിട്ട് വാങ്ങാൻ വകല്ല എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിനെ ഫറോവ ചെയ്തതുപോലെ വളരെ മാരകമായി സംഘപരിവാർ ഇന്ത്യൻ മുസ്ലിമീങ്ങളെ കേന്ദ്രീകരിച്ച് ഇസ്രായേലിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ഫലസ്തീനികളെ ചെയ്ത അതേ പണി, അതേ റിമോട്ട് സിസ്റ്റങ്ങൾ, അതേ സ്വഭാവത്തിൽ. ഈ അടുത്തപ്പോൾ നമ്മൾ വായിക്കുകയാണ്, 10-25 പള്ളികൾ തകർക്കപ്പെട്ടു. ഇന്ത്യയിൽ ഇക്കഴിഞ്ഞ ഒരു 1.5 മാസത്തിൻ്റെ ഉള്ളിൽ 25ഓളം ആരാധനാ കേന്ദ്രങ്ങൾ. അമേരിക്കൻ പാർലമെന്റിൽ ഒരു MP എണീച്ചെന്നിട്ട് പറഞ്ഞത് ഇന്ത്യയിൽ വംശഹത്യയുടെ 8 ഷർത്തും പൂർത്തീകരിക്കുക. 8ാമത്തെ രംഗാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. 1 മുതൽ 10 വരെ എന്ന് പറഞ്ഞിട്ട് വംശഹത്യ എങ്ങനെ നടത്തുമെന്നുള്ളതിനെ കുറിച്ച് പഠിച്ച സാമൂഹിക ശാസ്ത്രജ്ഞന്മാരുണ്ട്. അതിൽ 8ാമത്തേതാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബുൾഡോസറുകൾ വരുന്നുണ്ട്. ഒരൊറ്റ അമ്പലത്തിനെതിരെ എതിരെ വരുന്നില്ല, ഒരു പാർട്ടി ഓഫീസിനെതിരെ എതിരെ വരുന്നില്ല. എല്ലാ ബുൾഡോസറും വരുന്നത് പള്ളികൾക്കും മദ്രസകൾക്കും മുസ്ലിം ദർഗകൾക്കും ഒക്കെ എതിരെയാണ് ഈ സാധനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ, പ്രശ്നം ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥ സംവിധാനം ഉണ്ടാവും. എന്നിട്ട് അവർ കള്ളക്കഥകൾ നിർമ്മിക്കും, അതിശയോക്തിയുള്ള സംഭവങ്ങൾ വർണ്ണിക്കും, വളരെ മനോഹരമായി കഥകൾ ആവിഷ്കരിക്കും. എന്നിട്ട് ജനങ്ങളെ ജനങ്ങളെ ഇരുട്ടിൽ നിർത്തി ന്യായങ്ങൾ ചമക്കുന്ന, ഇതിനാണ് സിഹ്ർ എന്ന് യഥാർത്ഥത്തിൽ പറയുന്നത്. ഈ സാഹചര്യങ്ങളെക്കുറിച്ചും ഖുർആൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെ ഫറോവ, ഹാമാന്, കാറൂന്, സാഹിറുകൾ, പിന്നീട് നേരത്തെ പറഞ്ഞ സാമിരി, പൗരോഹിത്യത്തിൻ്റെ മേഖലയായിട്ട്. പൗരോഹിത്യത്തിന് നമ്മൾ പഠിക്കേണ്ട തന്നെയാണ്. 5ാമത്തെ ആ സാമിരി എന്ന് പറയുന്ന ചെയ്യുന്ന പണി റസൂലിൻ്റെ അസറിൽ നിന്ന്, അടിസ്ഥാനങ്ങളിൽ നിന്ന് ഞാൻ എടുത്തു എന്നാണ്. മൂപ്പര് സ്വന്തം ഈ പശുക്കുട്ടിനെ ഉണ്ടാക്കുമ്പോൾ പറയണ ന്യായം എന്താണെന്ന് പറയാം, മൂപ്പര് സ്വയം ഉണ്ടാക്കി. അപ്പം മൂപ്പര് ആരും വിശ്വസിക്കൂല. അപ്പം മൂപ്പര് പറയണത് ഞാൻ റസൂലിൻ്റെ, ഈ റസൂൽ എന്നുള്ളതിന് 2 വ്യാഖ്യാനമാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കുതിര വന്നിറങ്ങിയിരുന്നു, അതിൻ്റെ
പൊടിയടയാളം എടുത്തിട്ടാണ് മൂപ്പരെ പെടിയത് എന്ന് പറയുന്നുണ്ട്. ചിലർ പറയണതല്ല, മൂസാ നബിയുടെ തന്നെ. മൂസാ നബിയാണല്ലോ ഹീറോ, അദ്ദേഹമാണല്ലോ നേതാവ്, അദ്ദേഹമാണല്ലോ ചെങ്കടല കടത്തിയവരെ പുറം കടത്തിയിട്ടുള്ളത്. ഇപ്പൊ വരെ ഇവിടെ നിർത്തിയിട്ട് 40 ദിവസത്തിലേക്ക് ഖുർആൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്, തൗറാത്ത് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്. ആ സമയത്താണ് ഇയാൾ പശുക്കുട്ടിനെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണത്? കൃത്രിമമായ ഒരു ദൈവത്തെ, ഇലാഹിനെ പൂജിക്കാൻ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കണത്. മൂപ്പര് സ്വന്തം ഉണ്ടാക്കിയാൽ മനസ്സിലാകൂല. അപ്പോൾ മൂപ്പര് പറഞ്ഞ ഇത് മൂസാ നബിൻ്റെ അടയാളത്തെ നിർത്തതാ. നിങ്ങൾ ലോകത്തെ എല്ലാ പൗരോഹിത്യത്തിൻ്റെ ഈ ലക്ഷണങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്ക്. മതത്തിൻ്റെ മറവിൽ നിന്നിട്ട് തട്ടിപ്പ് നടത്തുന്ന സകല മത നേതൃത്വങ്ങളിൽ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുന്നുണ്ടോ? അവർ സ്വയം ദിവ്യന്മാരായിട്ട് ചെയ്യില്ല. ഞാൻ കൃഷ്ണൻ്റെ, രാമൻ്റെ, യേശുവിൻ്റെ, ബദരീങ്ങളെ, ഷെയ്ഖിൻ്റെ, മൊയ്തീൻ ഷെയ്ഖിൻ്റെ, അല്ലെങ്കിൽ അതിൻ്റെ ഇതിൻ്റെ ഏതെങ്കിലും വലിയ പ്രാധാന്യമുള്ള മഹാവ്യക്തിത്വങ്ങളുടെ എന്തെങ്കിലും ഒന്നെടുത്ത് കയ്യെ പിടിച്ചിട്ട് ഞങ്ങൾ അതിൻ്റെ ആളുകളാണെന്നാണ് പറയാം. ഹസർ റസൂൽ, എന്തെങ്കിലും ഒരു അടയാളം, ആധാരം. ഹസർ എന്ന് പറഞ്ഞാൽ ആധാരം തന്നെ, ആധാരം അവർക്ക് വേണം. സ്വന്തം ആധാരം ഒന്നും ഇവരെ കയ്യിലില്ല. കാരണം സ്വന്തം ഇവരെ പറഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാവും ഇത് വെട്ടിയ നമ്മളെ കൂടെ നടക്കുന്ന ആളാണ് ഇയാൾ. അപ്പോൾ ഇയാൾ അപ്പോൾ ഉടനെ പറയും ഞാൻ മുഹമ്മദ് നബിൻ്റെ ആളാണ്, അല്ലെങ്കിൽ മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന കറാമത്തുള്ള ആളാണ്, ഇന്ന ആളുടെ ആളാണ്, അല്ലെങ്കിൽ അപ്പുറത്ത് പറഞ്ഞിട്ട് യേശു കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ മോശ കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ രാമകൃഷ്ണന്മാർ കൂടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചരിത്രത്തിലെ അതിഗംഭീരമായ ദൗത്യങ്ങൾ നിർവഹിച്ച മഹാപ്രവാചകന്മാരുടെയോ അവരുടെ മറ്റെന്തെങ്കിലും തലത്തിലുള്ള മഹാവ്യക്തിത്വങ്ങളുടെയോ അസറെടുത്തിട്ട്, അടയാളമെടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യുക? ഈ ആരാധനാ കച്ചവടവും മതക്കച്ചവടവും കള്ളക്കച്ചവടവും ഒക്കെ അവർ നടത്താൻ ശ്രമിക്കുക. ഈ 4 കൂട്ടരും ഇതിൽ പിന്നെ ഈ നേരത്തെ പറഞ്ഞ സാഹിറുകളിൽ വിശുദ്ധ ഖുർആൻ നന്നായിട്ട് വിശദീകരിക്കുന്നുണ്ട്. എന്നോടും പറയാനുള്ളത്, മുഹറം മാസവുമായി ബന്ധപ്പെട്ടിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പഠിക്കണം. വദ്കുറഫിൽ കിതാബി മൂസ, നിങ്ങൾ മൂസാനെ കുറിച്ച് പറയുന്നു പറയുന്നുണ്ട്, പഠിക്കുന്നു പറയുന്നുണ്ട്. ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പലപ്പോഴും ഇത് പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് മറിയമിൽ വദ്കുറഫിൽ കിതാബി മൂസ, നിങ്ങൾ മൂസാ നബിയെ കുറിച്ച് പറയൂ. വദ്കുർ എന്നുള്ളതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞല്ലോ. വെറുതെ ഇങ്ങനെ മൂസ എന്ന് പറയല്ല. മൂസ എന്ന് പറയുന്ന പ്രവാചകൻ ചരിത്രത്തിൽ നിർവഹിച്ചിട്ടുള്ള ദൗത്യം നിങ്ങൾ ഇന്നത്തെ കാലത്തും എന്നത്തെ കാലത്തും മനുഷ്യരുടെ മുമ്പിൽ പ്രഖ്യാപിക്കണം. കാരണം ഫാസിസത്തിനും സൈഡിസത്തിനും ഏകാധിപത്യത്തിനും സാമ്രാജ്യത്വങ്ങൾക്കും ആധിപത്യ ശക്തികൾക്കും ഭരണകൂട മേധാവിത്വങ്ങൾക്കും ഒക്കെ ഭയമുണ്ടാക്കുന്ന, മനുഷ്യരുടെ വിമോചനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി ഉജ്ജ്വലമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള പ്രവാചകനാണ് മൂസ. അതുകൊണ്ട് മൂസാ നബിനെ കുറിച്ച് നിങ്ങൾ ഇവരോട് പറയുമ്പോൾ നമുക്ക് ഉത്തരവാദിത്തം ഉണ്ടാവും. വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പറഞ്ഞിട്ട് വല്ലതും നടക്കുമോ? അപ്പോൾ മൂസാ നബിയുടെ ചരിത്രം നിങ്ങൾ പറയാൻ തീരുമാനിച്ചാൽ മൂസാ നബിയെ നിങ്ങൾ പഠിക്കേണ്ടി വരും. പഠിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളിലേക്ക് ദൗത്യങ്ങൾ കടന്നു വരും. അപ്പൊ നിങ്ങൾ നിർവഹിക്കേണ്ടി വരും. ആ നിർവഹണങ്ങൾ മനുഷ്യരുടെ ഇരടികളെ മോചിപ്പിക്കലാണ് അഖബ. അഖബ ഉടമ്പടി ഉണ്ട്, ജംറത്തുൽ അഖബ ഉണ്ട്, ഒക്കെ നിങ്ങൾ പഠിച്ചു നോക്കുന്നുണ്ടോ? ചരിത്രത്തിലെ ഏറ്റവും പ്രയാസകരമായ വഴിയിൽ കയറി നിന്ന് വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിനും മനുഷ്യരുടെ അവകാശങ്ങൾക്കും വേണ്ടി അതിഗംഭീരമായ പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ള മഹാപ്രവാചകന്മാർ. വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്, ഫഖറഖബ, നിങ്ങൾ പിരടികളെ മോചിപ്പിക്കുക. മനുഷ്യനെ അടിമകളാക്കുന്ന, അവന്റെ പൗരത്വം റദ്ദു ചെയ്ത്, അവന്റെ ഓരോ രേഖകളും കീറിക്കളഞ്ഞ്, അവന്റെ റേഷനറി പോലും കവർന്നെടുത്ത്, അവന്റെ വോട്ട് പോലും നശിപ്പിച്ച് വ്യക്തിയല്ലാതാക്കുന്ന ദലിത്, പിന്നോക്ക, കാർഷിക, മുസ്ലിം ഉമ്മത്തടക്കമുള്ള സാധാരണ മനുഷ്യരെ അടിമകളാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഇവരോട് മനുഷ്യരുടെ പെരടി മോചിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങണം. ഫഖറഖബ. എന്നിട്ട് അതിന് ശേഷം പറയേണ്ട, കേടാപ്പേട് പെട്ടിട്ട് പോലും കൂലിയില്ല, ഭക്ഷണത്തിന് വകുപ്പില്ല. ഇനിയിപ്പോൾ അതാ പറ, ഈ പൗരനല്ലാതായ എന്ത് ചെയ്യും? എന്താ ചെയ്യുക? പൗരനല്ലാതായാൽ, നിങ്ങളുടെ പൗരത്വം റദ്ദ് ചെയ്യപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് സ്കൂളില്ല, കോളേജില്ല, ഓഫീസില്ല, റേഷനില്ല, ആരില്ല, നിങ്ങൾ മനുഷ്യൻ പോലും അല്ല. വിശന്ന് പരവശനായി പരക്കം പായുന്നവനെ നിങ്ങൾ ഭക്ഷണം ഊട്ടണം. ഓന്റെ റേഷനറി മുതൽ ഓന്റെ അവകാശങ്ങൾ തിരിച്ചു കൊടുക്കാനുള്ള പണികൾ എടുക്കണം. അതാണ് അഖബയിലേക്ക് നിങ്ങൾ കയറണം. പ്രയാസകരമായ ദൗത്യങ്ങൾ ഏറ്റെടുക്കണം. നമുക്ക് ദൗത്യങ്ങളില്ല, നമ്മൾ കാഴ്ചക്കാരാണ്, കേൾവിക്കാരാണ്, നമുക്കൊന്നും സംഭവിക്കില്ല എന്ന മൂഢവിശ്വാസങ്ങളോട് കൂടി ഇരിക്കുന്നവരാണ് നല്ലൊരളവോളവും. ഈ ഒരു കാഴ്ചപ്പാടുകൾക്ക് മാറണമെങ്കിൽ നിങ്ങൾ മൂസാ നബിനെ പഠിക്കേണ്ടി വരും. ഇപ്പൊ മൂസാ നബിനെ പഠിക്കുമ്പോൾ കിതാബി, ഓർമ്മകൾ വരും, ചിന്തകൾ ഉണരും, പ്രഖ്യാപനങ്ങൾക്ക് നിങ്ങൾക്ക് കരുത്തു പകരും, നിങ്ങൾക്ക് പലതും പറയണമെന്ന് തോന്നും, വീണ്ടും വീണ്ടും ചരിത്രത്തെ വിശകലനം ചെയ്യണമെന്ന് തോന്നും. അതുകൊണ്ട് വദ്കുറഫിൽ കിതാബ് മൂസാ നബിയുടെ ചരിത്രങ്ങൾ എടുക്കണം. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദ്മാരോടും പണ്ഡിതന്മാരോടും ശൈഖന്മാരോടും പഠിക്കാനല്ല ഖുർആൻ പറഞ്ഞ് വദ്കുറൂ മൂസായെ നിങ്ങൾ ദിക്ർ ചെയ്തിരിക്കുന്നു. പണ്ഡിതന്മാരോടല്ല പറഞ്ഞു, വദ്കുർ, നീ പഠിക്കുക, വ്യക്തിപരമായിട്ട് നീ പഠിക്കുക. സയനിസത്തിൻ്റെയും സാമ്രാജ്യത്വത്തിൻ്റെയും ഫാസിസത്തിൻ്റെയും ഒക്കെ കാലത്ത്
എങ്ങനെയാണത് മനുഷ്യരുടെ തലയിൽ കുരുക്കിട്ട് അടിമകളാക്കുന്നത് എന്ന് മനസ്സിലാകണമെങ്കിൽ മൂസാ നബിയുടെ ചരിത്രങ്ങൾ പഠിക്കണം, ഫറോവ ചെയ്തിട്ടുള്ള പണികൾ പഠിക്കണം. അവന്റെ ജനിക്കാനുള്ള അവകാശം മുതൽ ജീവിക്കാനുള്ള അവകാശം മുതൽ അവന്റെ അത്ഭുതകരമായ എല്ലാം കവർന്നെടുത്ത അതിമാരകമായ അധികാരഘടന പ്രയോഗിച്ച ഫറോവ. ആ ഫറോവ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ മൂസാ നബി നിങ്ങൾ പഠിക്കുക. ഇന്നഹു കാന മുഖ്ലസൻ വകാന റസൂലൻ നബിയ്യ. അത് മൂസാ നബിന്റെ ക്വാളിറ്റിയാണ്. ഇഖ്ലാസ് ഉള്ളവനായിരുന്നു. വർഗീയവാദിയോ സാമുദായികവാദിയോ ജാതിവാദിയോ മതവാദിയോ ദേശീയവാദിയോ വംശീയവാദിയോ ഒന്നുമല്ല മൂസ. മുഖ്ലസൻ, നിഷ്കളങ്കനായിരുന്നു. ഇഖ്ലാസോടുകൂടി. പേടിയുണ്ടോ സാമുദായിക വികാരങ്ങൾ കൊണ്ടോ ജാതി വികാരങ്ങൾ കൊണ്ടോ മതവികാരങ്ങൾ കൊണ്ടോ വർഗീയ വികാരങ്ങൾ കൊണ്ടോ പാർട്ടി വികാരങ്ങൾ കൊണ്ടോ ഒന്നും എഴുന്നേറ്റുന്നതല്ല. മനുഷ്യനെതിരെ നടത്തുന്ന കയ്യേറ്റങ്ങൾക്കെതിരെ നിഷ്കളങ്കമായ, അതുകൊണ്ടാണ് ഖുർആൻ അത് പറഞ്ഞ് നിഷ്കളങ്കത വളരെ പ്രധാനപ്പെട്ടതാണ്. നിഷ്കളങ്കതയുടെ പിൻബലമില്ലാതെ പാർട്ടി സാമുദായിക ജാതി മത വംശ വർഗ ദേശ പരിഗണനകൾ വെച്ച് നിങ്ങൾ വിപ്ലവം നടത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, മനുഷ്യന് വേണ്ടി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ലോകത്തെ പല പ്രസ്ഥാനങ്ങളും തലകുത്തി വീഴാനുണ്ടായിട്ടുള്ള കാരണം അടിസ്ഥാനങ്ങൾ മാറിപ്പോയത് കൊണ്ടാണ്. ഇഖ്ലാസ് ഉണ്ടായില്ല. വംശീയമോ ഓരോ വിഭാഗത്തിൽ SNDP പറയുമ്പോൾ SNDPന്റെ ഈഴവന്റെ മോചനം മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി എന്ത് സംഭവിച്ചാലും ഓന പ്രശ്നം ഉണ്ടാവില്ല. NSSന് NSS മാത്രമേ ഉണ്ടാവുള്ളൂ. ഓല നിഷ്കളങ്കത അവിടെ തീർന്ന് കത്തോലിക്കനെ പ്രശ്നം ഉണ്ടാവുള്ളൂ. അതിൻ്റെ അപ്പുറം പോയാൽ ക്രിസ്ത്യാനികൾക്കേ പ്രശ്നം ഉണ്ടാവുള്ളൂ. സുന്നിക്ക് സുന്നിയെ പ്രശ്നം ഉണ്ടാവുള്ളൂ. മുജാഹിദേ പ്രശ്നം ഉണ്ടാവുള്ളൂ. അതിൻ്റെ അപ്പുറം പോയാൽ മുസ്ലിം സമുദായത്തിന് മാത്രമേ പ്രശ്നമുള്ളൂ എന്ന് നോക്കും. ഇതല്ല ഇഖ്ലാസ്. മറിച്ച് മനുഷ്യർക്കെതിരെ മനുഷ്യർ നടത്തുന്ന ആധിപത്യ പ്രയോഗങ്ങൾ എന്താണ്, അതിനെ നിഷ്കളങ്കമായിട്ട് വിശകലനം ചെയ്യണം. ഇന്നഹു കാന മുഖ്ലസൻ, നിഷ്കളങ്കനായ കേവല അധികാര വർഗ വംശജാതി സമുദായ താല്പര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെയൊക്കെ വിപ്ലവം നടത്താൻ തോന്നുന്നു ആളുകൾക്ക്. ഇപ്പോൾ ഓരോ പാർട്ടി വരുന്നതും പുതിയ സമരങ്ങൾ രൂപപ്പെടുന്നതും നമ്മുടെ പഴയകാല സംഘപരിവാരത്തിന് വേണ്ടിയിട്ട് നടത്തപ്പെട്ട സമരങ്ങളും ജൻസി സമരം ഒക്കെ നിങ്ങൾ പഠിച്ചു നോക്കണം. 6 റിമോട്ട് ചെയ്യുന്നത് എന്താണ് ഇതിൻ്റെ ഇഖ്ലാസ്? ആരാണ് ഇതിനെ പ്രോഗ്രാം ചെയ്യുന്നത്? എന്തിനാണ്? അത് മാത്രമല്ല, നടക്കുന്ന ഏത് സംരംഭവും, ലോകകപ്പ് ഫുട്ബോൾ ആണെങ്കിലും ആരാണ് റിമോട്ട് ചെയ്യുന്നത്? എന്താണ് ഇതിന്റെ പ്രേരണ? എവിടെയാണ് ഇത് ചെന്ന് നിൽക്കാൻ പോകുന്നത്? ഇതിന്റെ ഖിബല ഏതാണ്? ആരാണ് ഇവരുടെ ഇമാമ്? എന്തിനെയാണ് ഇവർ മുന്നിൽ നിർത്തിയിട്ടുള്ളത്? എന്തിനു വേണ്ടിയിട്ടാണ് ഇത് നടക്കുന്നത്? ഈ കഥ അറിയാതെ ആട്ടം കണ്ടാൽ സംഗതി മനസ്സിലാവില്ല. ഇഖ്ലാസ് ഉണ്ടാവണം, ശുദ്ധ നിഷ്കളങ്കതയിൽ നിന്ന്. അതുകൊണ്ട് നിങ്ങൾ മൂസാ നബിനെ പഠിക്കും. അദ്ദേഹം റസൂലും നബിയുമായിരുന്നു, അള്ളാഹുവിന്റെ ദൂതനാണ്. നമ്മുടെ റസൂലും നബിയൊക്കെ പലപ്പോഴും വിശദീകരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന, ഏതെങ്കിലും ഒരു സമുദായത്തിന് വേണ്ടി മാത്രം ശബ്ദമുയർത്തുന്ന, ഇതൊന്നുമല്ലല്ലോ റസൂൽ എന്ന് പറയുന്നത്. ഇന്നി റസൂലുള്ളാഹ്, ഞാൻ അള്ളാന്റെ റസൂലാണെന്ന് പറയുമ്പോൾ ജാതി മത സമുദായ പാർട്ടി മത കമ്പാർട്ട്മെന്റ് എന്നൊക്കെ പുറത്തേടിയിട്ട് മാനവികതയുടെ, പ്രാപഞ്ചികതയുടെ, സ്വാഭാവികതയുടെ മൂല്യങ്ങളുടെ ഉള്ളറകളിലേക്ക് കയറി വരികയാണ് ഈ മഹാപ്രവാചകന്മാർ. അതുകൊണ്ട് നിങ്ങൾ മൂസാ നബിനെ പഠിക്കുക. വദ്കുർ ഫിൽ കിതാബി മൂസ ഇന്നഹു കാന മുഖ്ലസൻ വകാന റസൂലൻ നബിയ്യ. ആ മൂസാ നബിനെ കുറിച്ചാണ് ഖുർആൻ കേട്ട് പറഞ്ഞത്. ഇത് ഹബില ഫിറഔൻ, ഈ ഫിറഔൻ്റെ അടുത്തേക്കല്ല. പിന്നെ പറഞ്ഞത് അവസാനിപ്പിക്കുകയാണ്. ബാക്കി നമുക്ക് ഇൻഷാ അല്ലാഹ് രണ്ടാമത്തെ ഇതിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഭാഗമാണ് പ്രവാചകന്റെ ഹിജറ. ഹിജറ കലണ്ടർ ആരംഭിക്കുന്നത് മുഹറത്തോടു കൂടിയാണ്. കലണ്ടറുകളിൽ അതിഗംഭീരമായ കലണ്ടറുകളെന്നാണ് ഹിജറ കലണ്ടർ. ഗ്രിഗോറിയൻ കലണ്ടർ ഉണ്ട്, എന്താണ് നമ്മുടെ ഇന്ത്യൻ കലണ്ടർ ഉണ്ട്, നമ്മുടെ മലയാള കലണ്ടർ ഉണ്ട്, പലതരം കലണ്ടറുകളുണ്ട്, ജൂയിഷ് കലണ്ടറൊക്കെ ഉണ്ട്. അതിൽ ഹിജറ കലണ്ടർ, ഹിജറ പുതുവർഷമാണ് മുഹറം മാസം. അതിനും തിരഞ്ഞെടുക്കപ്പെട്ടത് പ്രവാചകന്റെ ഹിജറയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയ സംഭവത്തെ മുന്നിൽ വെച്ചുകൊണ്ടാവട്ടെ ഇസ്ലാമിലെ കലണ്ടറിന്റെ തുടക്കം എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തിയപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് സൂചിപ്പിച്ചു എന്നാ. അങ്ങനെയാണ് ഹിജ്റ കലണ്ടർ രംഗത്ത് വരുന്നത്. അറബി വർഷങ്ങൾ അതിൻ്റെ മുമ്പുണ്ട്. അങ്ങനെ മുഹറം, ഹിജ്റ വളരെ പ്രധാനപ്പെട്ടതാണ്. ഹിജ്റയും നമ്മൾ പഠിക്കേണ്ടതാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ ഈ 2 സംഗതികളും എന്താണ് ഹിജ്റ, ആരാണ് ഫറോവ, ആരാണ് ഖാറൂൻ, ആരാണ് ഹാമാൻ, ആരാണ് സാഹിറുകൾ, എന്താണ് സാമിരി, ആരായിരുന്നു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഈ പഠനം നിങ്ങൾ നിർവഹിക്കുകയാണെങ്കിൽ കാലഘട്ടങ്ങളിലെ മനുഷ്യനെ നിയന്ത്രിക്കുന്ന ഏതൊരു സംവിധാനത്തെയും വിശകലനം ചെയ്യാനും വിലയിരുത്താനും അതിനെ പ്രതിരോധിക്കാനും അതിനെതിരെ പ്രയോഗിക്കാനും അതിനെതിരെ നിങ്ങൾക്ക് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനുമുള്ള വലിയ കരുത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. നിങ്ങൾ ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. ഫിറൗനെ ഖുർആൻ ഇവിടെ ഒന്നും നിർത്തിയിട്ടില്ല. ഫിറഔനദിൽ ഔതാദ്, 145 മീറ്ററുള്ള പിരമിഡാണ്. 3 ടണ്ണ് മുതൽ 50 ടണ്ണ് വരെയുള്ള 25 ലക്ഷം കല്ല് വെച്ചിട്ടാണ് മൂപ്പരത് ഉണ്ടാക്കിയിട്ടുള്ളത്. ആധുനിക ശാസ്ത്ര ലോകത്തൊക്കെ നടക്കുന്ന
വിദ്യകളെക്കാൾ വലിയ ഇന്നും ചിലരതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ പോലെ പറയുന്നത് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് അന്യഗ്രഹ ജീവികൾ വന്നോ, അതല്ല വേറെ ഏതെങ്കിലും ആളുകൾ വന്നിട്ട് അത്ഭുതകരമായിട്ട് ചെയ്ത് എന്താണ് ഈ 3 ടൺ 25 ലക്ഷം കല്ലുകൾ 1500 മുതൽ 2000 വർഷം വരെയൊക്കെ എടുത്തിട്ടൊക്കെ നിർമ്മിതി പൂർത്തീകരിച്ചിട്ടുണ്ട് വ്യത്യസ്തമായ ഫറോവമാർ. അത്രയും ആ 3500 കൊല്ലം മുമ്പുള്ള ആ പിരമിഡ് എപ്പോഴും നിൽക്കുന്നുണ്ട്. അങ്ങനെ സ്ഫിങ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഗിസയിലെ പിരമിഡ്, യാത്രക്കാരൊക്കെ പോയാൽ അതിനെ കാണാൻ പറ്റും. ഫറോവ എവിടെ, ഉണ്ടാക്കിയവനെവിടെ, അതിൻ്റെ ചരിത്രം എവിടെ? ആ ഫറോവമാർക്ക് അതിൽ ഖുർആൻ പറയുന്ന ഫറോവ എന്ന് പറഞ്ഞ ഒരാളല്ല, അതൊരു ഭരണകൂടമാണ്. വംശീയതയുടെ, വർഗീയതയുടെ, സാമുദായികതയുടെ, സ്വേച്ഛാധിപത്യത്തിൻ്റെ ഒക്കെ ആളുകൾ മാറും. ഇനിയിപ്പോൾ ഇയാൾ പോയി എന്ന് വരിക, വരുന്ന ആൾ അമേരിക്കൻ പ്രസിഡന്റുമാരെ ഒരു നിലപാട് മാറൂല. അപ്പം അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്ന പോലെ പ്രയോഗമാണ് ഫറോവ എന്നുള്ളത്. വ്യക്തി ചിലപ്പോൾ ആരായിരിക്കാം, ബുഷ് ആയിരിക്കാം, റീഗൻ ആയിരിക്കാം, ക്ലിന്റൺ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ബൈഡൻ ആയിരിക്കാം. ആള് മാറും, എന്നാലും അമേരിക്കയുടെ നിലപാട് മാറില്ല. എന്ന് ഇനിയിപ്പോൾ മോഡി പോകും, മോഡിൻ്റെ മുമ്പ് ആരായിരുന്നു, ഇനി മോഡി പോയാൽ വരുന്നവരാരായിരിക്കും? ഇപ്പം മോഡി അല്ലെങ്കിൽ യോഗി എന്നുള്ളതൊന്നുമല്ല, പേരല്ല പ്രശ്നം, അതിൻ്റെ പ്രത്യയശാസ്ത്രം, അതിൻ്റെ നിലപാടുകൾ. അങ്ങനെ അവരുണ്ടാക്കിയെടുത്ത പിരമിഡ് 25 ലക്ഷം കല്ല്, 50 ടണ്ണ് മുതൽ 3 ടണ്ണ് വരെയുള്ള 25 ലക്ഷം കല്ല് വെച്ചുണ്ടാക്കിയ പിരമിഡ് ഉണ്ടാക്കിയ ഫിറൗനെയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? സൂറത്തുൽ ഫജറിൽ അല്ലാഹ് നമ്മളോട് ചോദിക്കുന്നുണ്ട്, അവനൊക്കെ എവിടെ? അല്ലദീന തഖൗ ഫിൽ ബിലാദ്. ഇവന്റെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അത്ഭുതകരമായ നിർമ്മിതികൾ ഒന്നും എന്തിനല്ല, സത്യത്തിനും മൂല്യത്തിനും നന്മക്കൊന്നും വേണ്ടി ആയിരുന്നില്ല, മറിച്ച് നാട്ടിൽ ഫിത്നയുണ്ടാക്കാൻ, ഈ പാവം പിടിച്ച ഇസ്രായേലരെ കൊണ്ടുപോയി അടിമകളെ പോലെ പണിയെടുപ്പിച്ച് അവരെ കരിമ്പുംചണ്ടി പോലെ പിഴിഞ്ഞെടുത്തിട്ടാണ് ഇത്രയും വലിയ നിർമ്മിതികളും നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെ അവർ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. എന്താ സ്ഫിങ്സ് എന്ന് പറയുന്ന പ്രതിമയുണ്ട്. ഒരു മനുഷ്യൻ്റെ ഉടലും മനുഷ്യൻ്റെ തലയും സിംഹത്തിൻ്റെ ഉടലും ഉള്ള 140 മീറ്റർ നീളത്തിൽ 25 മീറ്റർ ഉയരത്തിലൊക്കെ ആയിട്ടാണ് ഈ ഒരൊറ്റ കല്ലിൽ ഉണ്ടാക്കിയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമകളിലൊന്നാണ്. അന്ന് ഒരൊറ്റ കല്ലിൽ എന്നിട്ട് വെട്ടിണ്ടാക്കിയതാണ് അവർ. പിന്നീട് അത് ആസ്വാൻ അണക്കെട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുറിച്ച് കൊണ്ടുപോയി എന്ന് പറഞ്ഞ് പിന്നീട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി, പിന്നെ ഇപ്പോൾ അവിടെ തന്നെ കൊടുന്ന് ഫിറ്റ് ചെയ്തു എന്ന് പറയണത്. എന്ന് പറഞ്ഞാൽ അന്ന് ഫറോവയുടെ കാലത്ത് 3500 കൊല്ലം മുമ്പ് ഇതൊക്കെ നടത്തിയവന്മാരാണ് ഇവര്. അപ്പൊ ഈ അധികാര കേന്ദ്രങ്ങൾ അവരുടെ അപ്രമാദിത്വം തെളിയിക്കാൻ അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളിലൊക്കെ അത്ഭുതപ്പെട്ട് നിന്നിട്ട് നമ്മളെ ഭരണാധികാരി ഗംഭീരനാ, ശൂന്യാകാശത്തേക്ക് ആളയക്കെന്നോ, അവിടെ കൊണ്ടുപോയിട്ട് മറ്റത് ചെയ്യുന്നു, ഇവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് കണ്ണഞ്ചിപ്പിക്കുന്ന പ്രവണതകൾ നടത്തിയിട്ടുള്ള ഫറോവ. ആ ഫറോവൻ്റെ എല്ലാ കാര്യവും ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വ്യക്തിപരമായിട്ട് നിങ്ങൾ ഖുർആനൊന്നും എടുത്തിട്ട് പഠിക്കാം. ഈ ഫറോവ, ഖാറൂന്, ഹാമാന്, സാമിരി, സാഹിർ, ഈ 5 എണ്ണത്തിനൊന്ന് പഠിച്ചാൽ വർത്തമാനകാലത്ത് എങ്ങനെയാണ് ഇവർ സാമൂഹിക ജീവിതത്തിൽ ഇടപെടുന്നതെന്നും മനുഷ്യരെ എങ്ങനെയാണ് അപ്രസക്തമാക്കാൻ ശ്രമിക്കുന്നതെന്നും അതിന് ചൂട്ടുപിടിക്കുന്നവരും കുട പിടിക്കുന്നവരും ആരാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അതൊന്നും ഇല്ലാതപ്പോൾ മുഹറം 10 എന്ന് പറഞ്ഞിട്ട് ഇന്ന് നോമ്പെടുത്തിട്ടുണ്ട്, ഇന്നലെ നോമ്പെടുത്തിട്ടുണ്ട്. എന്ത് മുഹറം 10, എന്തിന് മുഹറം 10? ചരിത്രമോ ഉള്ളടക്കോ ആശയങ്ങളോ ഒന്നും തിരിച്ചറിയാതെ, ഒരു സന്ദേശത്തിൻ്റെ ഉള്ളറകളിലേക്കും ഇത് കടന്നു വരാതെ, വർത്തമാനകാലത്തോട് അതിനൊരു ശേഷി പോലും ഇല്ലാതെ ഒരു നോമ്പെടുത്തിട്ട് ചുളുവിൽ കടന്നു പോകാൻ പറ്റുന്നൊന്നല്ല മുഹറം. മറിച്ച് എല്ലാ കാലത്തെയും ഫറോവമാരെ, സ്വേച്ഛാധിപതികളെ, വംശീയവാദികളെ, ഫാസിസ്റ്റുകളെ, വർഗീയവാദികളെ ഒക്കെ പഠിച്ചെടുക്കാൻ, അധികാര കേന്ദ്രങ്ങളുടെ ശേഷിയും അതിൻ്റെ അത്ഭുതകരമായ പ്രകടനങ്ങളെയൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് മൂസാ നബിയുടെ ചരിത്രവും സംഭവങ്ങളൊക്കെ പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് പറ്റുകയാണെങ്കിൽ നമുക്ക് പിന്നീട് വിശദീകരിക്കാം കൂടുതൽ നന്നായിട്ട്. ഈ വിഷയത്തിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. മൂസാ നബിയും അദ്ദേഹത്തിൻ്റെ എതിരാളികളും അതിൽ കടന്നു വന്നിട്ടുള്ള കഥാപാത്രങ്ങളെയൊക്കെ പഠിച്ചെടുക്കുന്ന വിഷയത്തിൽ, അതിൻ്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന വിഷയത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പ്രത്യേകം സൂക്ഷിക്കണമെന്ന് തന്നെ നിങ്ങളെ ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ പറഞ്ഞ വിഷയങ്ങളിലൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് എന്നെ നിങ്ങളെയും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. കരുണാവാരിധി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ഇന്നലകളെക്കാൾ മെച്ചപ്പെട്ട അവസ്ഥകളിലേക്ക് മാറാനും ഉന്നതിയും ഔന്നത്യവുമുള്ള ഒരു സമുദായമായി മാറാനും അള്ളാഹുവേ നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേ തമ്പുരാനെ. അധപ്പതനങ്ങൾ, നിന്ദ്യതകൾ, നിസ്സഹായതകൾ, നിഷ്ക്രിയതകൾ, എല്ലാറ്റിൽ നിന്നും ഈ ഉമ്മത്തിനെ നീ കാത്തുരക്ഷിക്കുമാറാകണമേ തമ്പുരാനെ. അപകടകരമായ സംവിധാനങ്ങളാണ് ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്, പലതും അവർ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു. കരുണാവാരിധി അള്ളാഹുവേ നീയാണ് എല്ലാറ്റിനെയും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സാധുക്കൾ, പച്ചമനുഷ്യർ, ഏറ്റവും സാധാരണക്കാരെ മുന്നിൽ വെച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതിനെയൊക്കെ അഭിമുഖീകരിക്കാനും അതിജീവിക്കാനുമുള്ള കരുത്ത് നൽകി മുസ്ലിം
ഉമ്മത്തിനെ നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ നാടാണിത്. ഈ നാടിനെ ഏറ്റവും ഗുണകരമായ നിർഭയത്വവും സന്തോഷവും സമാധാനവും സഹവർത്തിത്വവും സാഹോദര്യമൊക്കെ നിലനിൽക്കുന്ന നാടാക്കി കേരളത്തെ, ഇന്ത്യയെ, ഈ നാടിനെ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. സത്യനിഷേധികൾക്കുള്ള ഫാസിസത്തിനും സിയോണിസത്തിനുമൊക്കെയുള്ള പരീക്ഷണ വസ്തുവായി മാറുന്നതിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കുമാറാകണമേ തമ്പുരാനെ. അതിക്രമകാരികൾക്കെതിരെ നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേ തമ്പുരാനെ. എവിടെ നിന്നാണോ നല്ല സഹായങ്ങൾ, നല്ല പിൻബലങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നത് അതൊക്കെയും നൽകി ഞങ്ങളെ നീ ശക്തിപ്പെടുത്തുമാറാകണമേ തമ്പുരാനെ. വ്യക്തികൾ എന്നുള്ള നിലക്കറിഞ്ഞും അറിയാതെയൊക്കെ ധാരാളം തെറ്റുകളും കുറ്റങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഞങ്ങൾ. കരുണാവാരിധി അല്ലാഹുവേ, നീ ഞങ്ങളോട് പൊറുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ തന്നെ സംഭവങ്ങളുടെ കാരണങ്ങളായി ഞങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദുരന്തങ്ങളിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാകണമേ തമ്പുരാനെ. ഇഹലോകത്തിനേക്കാൾ ഭീകരമാണ് പരലോകം. കരുണാവാരിധി അല്ലാഹുവേ, ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും മാപ്പാക്കി നീ ഞങ്ങളെ സ്വീകരിക്കുമാറാകണമേ റബ്ബേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മമാര്, ഉപ്പമാര്, ഇണകൾ, കുട്ടികൾ, അവരെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് നിന്നിലേക്ക് യാത്ര തിരിച്ച ഞങ്ങളുടെ ഉമ്മമാര്, ഉപ്പമാര്, ഇണകൾ, കുട്ടികൾ, ഉസ്താദുമാർ, സഹപ്രവർത്തകർ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കുകയും അവരെയും ഞങ്ങളെയും നാളെ നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. കഴിഞ്ഞ ദിവസം ഒരു 10-15 വയസ്സുള്ള ഒരു കുട്ടി ഒരു കുളത്തിൽ മുങ്ങിയിട്ട് മരിച്ചിരുന്നു. ഒരു 10 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിയാണ്. ഉമ്മാക്കുപ്പാക്കൊന്നും സങ്കടം പ്രശ്നമൊന്നുമില്ല. അല്ല തന്നത് അല്ല തിരിച്ചുകൊണ്ടോണമെന്ന്. അതുകൊണ്ട് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. പിന്നെ ഫറത്തല്ലേ അബവഹി, നിക്ഷേപമാണല്ലോ. പോലെ അവിടെ ഉണ്ടാവും നമ്മളെ സ്വീകരിക്കാൻ. നമ്മൾ ഒരു കുട്ടിനെ യാത്ര അയച്ചാൽ ആ കുട്ടി നമ്മളെ അള്ളാഹു മുജാല ഫറത്തല്ലേ അബവഹി എന്ന നിക്ഷേപമായിട്ട് സ്വീകരിക്കുന്ന അല്ലാ. പക്ഷേ മാതാപിതാക്കൾക്ക് ഈ കടിച്ചാൽ പൊട്ടാത്ത പ്രായത്തിലൊക്കെ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന മക്കൾ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഓർമ്മകളും വല്ലാത്ത സങ്കടങ്ങളും ഒക്കെ ആയിട്ട് നീറ്റിക്കൊണ്ടിരിക്കും മനസ്സിനെ. അല്ലാഹു ആ ഉപ്പമാർക്കും ആ ഉപ്പാക്കും ഉമ്മാക്കും ഒക്കെ ക്ഷമയും സെൽവാനും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് വലിയൊരു നിക്ഷേപമായി ഇവരങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ ഉപ്പാൻ്റെ ഉമ്മാൻ്റെയൊക്കെ കൈ പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ അല്ലാഹുവേ ആ കുട്ടിയെയും ആ മാതാപിതാക്കളെയൊക്കെ നീ സ്വീകരിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കളെയൊക്കെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. കണ്ണിന് കുളിർമ നൽകുന്ന മക്കളായി ഞങ്ങളുടെ ഇണകളെയും കുട്ടികളെയും നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. അല്ലാഹുമ്മ റഹംനാ യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين آمين برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم.